ഹായ്, കിച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചിക്കൻ വെജിറ്റബിൾ ഫ്രൈ ഉണ്ടാക്കാം. ഒരു പാത്രം എടുത്ത് അതിലേക്ക് ഞാൻ ബോൺലെസ് ചിക്കൻ കുഞ്ഞു കുഞ്ഞായി നീളത്തിന് അരിഞ്ഞതിടുന്നുണ്ട്. ഇത് 1/4 കിലോ ഉണ്ട്. ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചു വീഴ്ത്താം. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി, 1/4 ടീസ്പൂൺ സോയ സോസ്, 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ് എന്നിവയിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് ഇത് ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇവിടെ ഞാൻ നന്നായി ഒന്ന് വിരവി അടച്ചു വയ്ക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ഉരുളക്കിഴങ്ങും ക്യാരറ്റുമാണ്. അത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നില്ല. അത് ഈ ചിക്കൻ പൊരിക്കാൻ നേരത്ത് മാത്രം അതിലേക്ക് ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കണം. ഇവിടെ ഞാൻ ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത് ഇങ്ങനെ നീളത്തിനരിഞ്ഞ് ഇത് ഞാൻ ചിക്കനിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതും ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇനി നമുക്ക് ചെറിയൊരു ക്യാരറ്റ് എടുക്കാം. ആ ക്യാരറ്റും എടുത്ത് നമ്മൾ നീളത്തിനരിഞ്ഞ് അതും ഇതിലേക്ക് ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി വയ്ക്കാം. ചിക്കൻ മാത്രമേ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുള്ളൂ, ഉപ്പൊക്കെ പിടിക്കാൻ. ഈ ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഒക്കെ നമ്മൾ വറക്കാൻ ടൈമിൽ തന്നെയാണ് അതിലേക്ക് ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി വയ്ക്കുന്നുള്ളൂ. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ ഉണ്ടല്ലേ, അത് ഈ എണ്ണയിലേക്ക് ആഡ് ചെയ്യാം. ഇത് 2 സൈഡ് നന്നായി മുരിച്ചെടുക്കണം. ഇതൊരു നോമ്പ് സ്പെഷ്യലാണ്. നോമ്പ് എടുക്കുന്നത് ദയവായി ഇത് ചെയ്ത് നോക്കുക. കറി വയ്ക്കാൻ ചിക്കനൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്ക് അതിലേക്ക് ബോൺലെസ് പീസ് മാറ്റി വെച്ച് ആ പീസ് കൊണ്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കി ടേസ്റ്റ് അറിഞ്ഞതിന് ശേഷം നിങ്ങൾ എനിക്ക് കമൻറ്റ് ഇടുകയോ അഭിപ്രായം പറയുകയോ ചെയ്താൽ മതി. എൻ്റെ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് സബ്സ്ക്രൈബ് തരിക. എൻ്റെ അവതരണം നിങ്ങൾക്ക് ഇഷ്ടമായാൽ ആ ബെല്ലൈക്കണൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഷെയർ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇവിടെ 2 സൈഡ് നന്നായി മൊരിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതെല്ലാം കോരിയെടുക്കുകയാണ്. ഈ ചിക്കൻ പീസും ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഫ്രൈ ആയത് ഒത്തുവെച്ച് തിന്നുമ്പോൾ സൂപ്പർ ടേസ്റ്റാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കി നോക്കാൻ പറയുന്നത്. ഇതെല്ലാം ഞാൻ കോരിയെടുത്തതിന് ശേഷം ബാക്കി വന്നതുകൂടെ അതിലേക്ക് ആഡ് ചെയ്ത് ഇത് നന്നായി തിരിച്ചു മറിച്ചിട്ട് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കുമ്പോഴത്തേക്ക് ഒരു ചിക്കൻ വെജിറ്റബിൾ ഫ്രൈ ഇവിടെ തയ്യാറാണ്. ഉണ്ടാക്കാനും നല്ല എളുപ്പമാണ്. ചിക്കൻ കറി വയ്ക്കാൻ വാങ്ങിക്കുമ്പോൾ ഇവിടെ മക്കൾ ബോൺലെസ് പീസ് അങ്ങനെ കഴിക്കാറില്ല. അപ്പോൾ അതിനെ ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ട് കുട്ടികൾക്ക് എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കാറാണ് പതിവ്. എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക. എന്നെ ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനി ഈ സപ്പോർട്ട് മുന്നോട്ടുണ്ടാകും എന്ന പ്രതീക്ഷയോടെ വീഡിയോ നിർത്തുന്നു. താങ്ക് യു.